ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ വേദിക്ക് ഒരിക്കൽ കൂടി കളമൊരുങ്ങിയായി, ഒപ്പം ഭാഗ്യത്തിന്റെയും. സോ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പൂമല ദലൈഫ് റിസോർട്ട്സ് ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് ഉള്ളത്. സോ ഇന്ന് അറിവിന്റെ വേദിയിൽ ഭാഗ്യപരീക്ഷത്തിനായി എത്തുന്നത് സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. എന്റെ പേര് അനിത. എന്റെ പേര് റോഷ്മി. ഞാൻ താമസിക്കുന്നത് പൂമലയിലാണ്. ഞാൻ പൂമല താമസിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് ലീഫ് പൂമല റിസോർട്ടിലാണ്. വീട്ടിലെ ഹസ്ബൻഡും 2 കുട്ടികളാണുള്ളത്. എനിക്ക് ഹസ്ബൻഡും 3 മക്കളുണ്ട്. സിനിമ ഒരുപാട് എനിക്കിഷ്ടമാണ്, ഒരുപാട് വായിക്കാനും ഇഷ്ടമാണ്. നല്ല മൃദുവായിട്ട് ചിരിച്ചിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ്, നിങ്ങളുടെ തട്ടകാണ്. അപ്പൊ നിങ്ങൾ വന്നോണ്ടാന്ന് അറിയില്ല, ഭയങ്കര കാറ്റിങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ കുറെ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. വിശേഷങ്ങൾ മത്സരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ പോവാം. ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ കേൾക്കാൻ കാറ്റിട്ടപ്പം. യെസ്, സോ പ്ലീസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണെന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സുഹൃത്തുക്കളായത് സഹപ്രവർത്തകരായതിനു ശേഷമാണോ, ഇവിടെ വന്നതിന് ശേഷം അന്യാണോ, അത് മുമ്പ് അറിയാമായിരുന്നോ? അല്ല, ഇവിടെ വന്ന ശേഷം ആണ്. ഒരേ നാട്ടുകാരാണ്, പക്ഷെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈ നാട്ടുകാരാണ്. മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയില്ല, ഇവിടെ തന്നെ നിന്നു. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നായോ? അപ്പൊ ഇവിടേക്ക് തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. ലവ് മാരേജ് ഒക്കെ മണക്കുന്നുണ്ടല്ലോ? ഇല്ല. നാട് വിട്ടു പോകണ്ട അന്നൊരു തീരുമാനം വന്നോ? അങ്ങനെയായിരുന്നു. ഓക്കെ, ഭാഗ്യം ഉണ്ടാവില്ല, വിട്ടു പോകണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ? പൂമലക്കാരെ കേൾക്കണ്ട, ഇന്നത്തോടെ ഏകദേശം തീരുമാനമാവും. പക്ഷെ ഇത്ര നല്ല സ്ഥലം വിട്ടിട്ട് എങ്ങനെ പോവാൻ തോന്നണേ? അല്ല, അങ്ങനെയല്ല, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ചേച്ചിമാരൊക്കെ ഒറ്റപ്പാലത്തൊക്കെയാണ്, അപ്പൊ അവരൊക്കെ കൂടി ഒരു സന്തോഷമാണ് പോയിട്ട് വരുന്നത്. പക്ഷെ അവരൊക്കെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ച ആൾക്കാര്, പക്ഷെ അവരൊക്കെ ദൂരേക്ക് പോയി. ഞാനായിട്ട് പൂമല ഡാമിന്റെ അവിടെയാണ് എന്റെ വീട്. പക്ഷെ പത്തായിക്കൊണ്ട് അവിടെയാണ് ഹസ്ബൻഡിന്റെ വീട്. ഓക്കെ, ഇവിടെ തന്നെ പോകണമെന്ന് ആഗ്രഹിച്ച ആൾ ഇവിടെ തന്നെയായി, പോകണ്ടെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഒറ്റപ്പാലക്ക് പോയി അല്ലേ? ശരിക്കും സ്ഥലത്തെ കുറിച്ച് പറയേണ്ടത് കുറച്ചുകൂടി എനിക്ക് റോഷ്മി എന്ന് തോന്നുന്നു അല്ലെ? ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് പൂമല? ഗ്രീനറി ആണല്ലോ കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് തൃശ്ശൂരിന്റെ കാണാനുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ എവിടെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം പറയുന്ന പേരുകളൊന്നാണ് പൂമല അല്ലെ? സോ കറക്റ്റ് ഒരു സ്പോട്ടിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും സഹപ്രവർത്തകരായി തുടങ്ങി, ഒരുമിച്ചൊരു മത്സരത്തിന്റെ വേദിയിൽ ഒരുമിച്ച് വരുമെന്നുള്ള ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെ ഒരു നിമിഷമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് 3 റൗണ്ടുകളാണ് ഉള്ളത്. 3 റൗണ്ടുകൾ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആദ്യത്തെ നമ്മൾ 30 സെക്കൻഡ് വീതം വരുന്ന റൗണ്ട് ആയിരിക്കും. അതിലൊരു ചോദ്യം വരും, ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ 30 സെക്കൻഡ്സിനുള്ളിൽ വരണം. 2 പ്രാവശ്യമായിട്ട് ആ ചോദ്യങ്ങൾ ആവർത്തിക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാർഡ് വേണ്ടേ? സോ അറിവ് ആദ്യം എത്രത്തോളം ഉണ്ട് നമ്മൾ പരീക്ഷിക്കും, പക്ഷെ അതിനുശേഷമായിരിക്കും ഭാഗ്യം എത്ര ഉണ്ടെന്നുള്ളത് ഇതിൽ ഒരാൾ കാർഡ് തീരുമാനിക്കും. റെഡി? സ്ക്രാച്ച് ചെയ്യാൻ കോയിൻ വേണ്ടേ? ഇതോടെ വെച്ചോട്ടെ, ഇപ്പൊ സ്ക്രാച്ച് ചെയ്യേണ്ട. എന്റെ ചോദ്യത്തിന് എപ്പോൾ ഉത്തരം വരുന്നു അപ്പൊ മാത്രമേ ഇത് സ്ക്രാച്ച് ചെയ്യാൻ അനുവാദമുള്ളൂ. റെഡി? സോ ഭാഗ്യം അതിൽ എത്രത്തോളം ഉണ്ട് നോക്കാം. അപ്പൊ എന്തായാലും തൃശ്ശൂരാണ് അല്ലെ? തൃശ്ശൂർ എന്താ കുറച്ചുകൂടെ സ്പെഷ്യൽ? എന്താ? പൂരമാണ്. പൂരത്തിന് എന്ത് വേണം? ആന വേണം. സോ ആന ഇല്ലാതെ പൂരം നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആന ഉള്ള പ്രമേയമായിട്ടുള്ള 5 സിനിമകളാണ് നിങ്ങൾ 30 സെക്കൻഡ്സിൽ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്, അടിപൊളി. പെട്ടെന്ന് ആലോചിക്കാം, 2 പേർക്ക് ഉത്തരങ്ങൾ പറയാം. പെട്ടെന്ന് ആലോചിച്ചോ? ആന ആലോചിച്ച് തന്നെ കഴിക്കാം. ജയറാമേട്ടന്റെ സിനിമകൾ ആലോചിച്ച് കുറെ സിനിമകൾ കിട്ടും. യെസ്, റൈറ്റ്. ഓക്കെ, 3 കൂടി വരണം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. പോട്ടെ? 3, 2 കൂടി വേണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറായി. 5, 4, 3, 2, 1. ടൈം സ്റ്റാർട്ട്.
ഇത് ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോ നീ ബാക്കിയോട്ട് നിൽക്കുന്നുണ്ടോ. ആക്ച്വലി അതിനൊപ്പം ആലോചിക്കാൻ പെട്ടെന്ന് ആലോചിച്ച് പറയാൻ വേണ്ടിട്ട് ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അത് കൗണ്ട് ഡൗൺ നോക്കി രസിച്ചിരിക്കുക, അതിൽ പെട്ടെന്ന് തീർക്കാനുള്ള മൈൻഡ് സെറ്റിലാണ്. പക്ഷെ ഗജകൻ സിനിമ പെട്ടെന്ന് തോന്നുന്നു അല്ലെ. എത്ര സിനിമ തൊട്ടാഭിഷേകമൊക്കെ ഇല്ലേ, ജയറാമേന്റെ സിനിമകൾ തന്നെ ആനയുടെ കുറെ ഉണ്ട്. പക്ഷെ നിരാശപ്പെടണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. ഇനിയും കുറെ അധികം കാർഡുകൾ എന്റെ സൈഡിലുണ്ട്, നിങ്ങൾക്ക് നേടാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, അടുത്ത ചോദ്യത്തിലോട്ട് പോകണം ഫസ്റ്റ് റൗണ്ടിലെ. പക്ഷെ നിങ്ങളുടെ അടുത്തിൽ കാർഡ് കൂടി ഉണ്ട്, ഞാനൊരു ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇനി അതല്ല, ഈ കാർഡ് വെച്ചോണ്ട് തന്നെ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല ഞങ്ങൾക്ക് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് സ്ക്രാച്ച് ചെയ്ത കാർഡ് മാറ്റാം, ഞാൻ പുതിയ കാർഡ് നിങ്ങൾക്ക് തരാം. അപ്പൊ എന്ത് വേണം, ആ കാർഡുമായിട്ട് മുന്നോട്ട് പോകണം അടുത്ത റൗണ്ടിലോട്ട്, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത കാർഡ് തരണം. എങ്ങനെ വേണം? കീപ്പ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലോട്ട് ആ കാർഡ് വെച്ച് തന്നെ പോവാം അല്ലെ, മാറ്റണ്ടല്ലോ. അപ്പൊ കാർഡില് അല്ല പോയി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അടുത്ത ചോദ്യത്തിൽ പിടിക്കാം. റൈറ്റ്. സോ ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. സോ നമുക്ക് കുറേയേറെ അല്ലെ മികച്ച അഭിനേത്രികളുണ്ട് മലയാള സിനിമയ്ക്ക്. അതിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്നാണ് ആരാണ്? ഊർവശി ചേച്ചി. സോ ഊർവശി ചേച്ചി അഭിനയിച്ച 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അച്ചുവിന്റെ അമ്മ, പൊന്മുട്ടിന് താറാവ്. അടിപൊളി. പിന്നെ റോഷ്നി ചേച്ചി ഇവിടെ കളിക്കാൻ വന്നല്ലേ? പെട്ടെന്ന് വരട്ടെ, ആലോചിച്ചോളൂ. വടക്കുന്നു അല്ല, തലയണ മന്ത്രം. രണ്ടും കൂടി പറഞ്ഞാൽ മതി. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ഫടികം. യെസ്, ഒന്നുകൂടെ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു, പകുതി സമയം കഴിഞ്ഞ ഓൾറെഡി. ഒരൊറ്റ ചിത്രം കൂടെ. അടിപൊളി. എത്ര സിനിമകളാണെങ്കിൽ പോലും സമയം പറഞ്ഞിട്ട് ആലോചിക്കുമ്പോ അങ്ങനെ കിട്ടുന്നില്ല അല്ലെ. അതെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിൽ നഷ്ടപ്പെട്ടത് എന്തോ അത് രണ്ടാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ നേടിയിട്ടിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അപ്പൊ ഇനി സ്ക്രാച്ച് ചെയ്യാം. തിരിച്ചാണ് കാർഡ് സ്ക്രാച്ച് ചെയ്തത് അല്ലേ? ഓക്കെ, സ്ക്രാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. സ്ക്രാച്ച് ചെയ്തിട്ട് വിൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? കംബാക്ക് ആണ്. കാരണം കംബാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എവിടെയും പോയില്ല ഇവിടുത്തെ. പക്ഷെ നമുക്കിത് വിൻ ചെയ്ത് തുടങ്ങാനുള്ള ഒരു സൂചന കൂടിയാണ് അല്ലെ. നിങ്ങൾക്ക് ഇനി ഗെയിമിലോട്ട് വരാം. കാരണം ഇതുവരെ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. സോ രണ്ടാമത്തെ ചോദ്യത്തിന് വന്നു എങ്കിൽ പോലും എമൗണ്ട് കിട്ടിയില്ല. സോ ഇനി അടുത്ത റൗണ്ടിലോട്ട് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളൊരു അല്ലെ ഒരു സൂചന കൂടിയാണ്. ആൻഡ് കംബാക്ക് പോലെ തന്നെ നമ്മുടെ പേയ്മെന്റുകളിലെ ക്യാഷുകളിലെ നമുക്ക് അക്കങ്ങൾക്കൊപ്പം തന്നെ ഇത്ര വേർഡ്സ് കൂടി ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഓൾ ഗോൺ ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ കിട്ടിയ പൈസ മുഴുവൻ പോകും. നിങ്ങൾക്ക് ഇപ്പോഴാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ സന്തോഷമായിരുന്നു, ഒന്നും പോകാനില്ല. ഹാഫ് ഗോൺ ആണെങ്കിൽ പകുതി പോകും. നിരാശപ്പെടണ്ട, ഡബിൾ അപ്പും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് കിട്ടിയ പൈസ ഇരട്ടിക്കും ചെയ്യും. ഇനി നേരത്തെ നിരാശപ്പെട്ടതിന്റെ സന്തോഷം ഓക്കെ. അപ്പൊ ഇതിൽ നിരാശപ്പെടണ്ട. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒന്നും തന്നെ നേടിയിട്ടില്ല, ഒന്നും തന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സോ അതിനും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിലേക്കാണ് പ്രതീക്ഷകൾ മൊത്തം അല്ലെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട്. രണ്ടുപേരും അസാധ്യ കലാകാരികളാണ്. അതിലോട്ടൊക്കെ നമുക്ക് പോകാനുണ്ട്. ആ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. ഹേ ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലൂടെ നേടിയിരിക്കുന്ന എന്താ ഒരു കംബാക്ക് ആണ് അല്ലെ. അപ്പൊ ആ കംബാക്ക് കാണാനുള്ള റൗണ്ടിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ട്രോങ് ആയിട്ട് തന്നെ അന്തേശും റോഷ്മേശും രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട് അല്ലെ. ആ ചിരിയുടെ ഒക്കെ ഉത്തരങ്ങളോട് കിട്ടണം. ഇവിടെയുള്ള കാർഡൊക്കെ സ്ക്രാച്ച് ചെയ്ത് വിൻ ചെയ്യണം. റെഡി? അടുത്ത റൗണ്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഞാനങ്ങ് പിരിക്കാൻ പോവാം. നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ശരിയാവില്ല എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരാൾ എൻ്റെ അടുത്തോട്ട് വരണം. ആ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കാർഡ് തരും. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ മൂവി ഡയലോഗ് തരും. ഓക്കെ, അപ്പൊ ആ ഡയലോഗ് വായിക്കുന്ന സമയത്ത് 1 മിനിറ്റ് സമയം. നേരത്തെ 30 സെക്കൻഡ്സ് ആയിരുന്നു, ഇപ്പോൾ 60 സെക്കൻഡ്സ് ആയിരിക്കും. നിങ്ങൾക്ക് സമയദൈർഘ്യം കൂടുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ആ മൂവി ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. ആരാദ്യം വരെ തീരുമാനിക്കൂ. എന്നിട്ട് ഞാൻ കാർഡ് തരാം. ആരാദ്യം വരണേ? പൊക്കൊന്നില്ലേ? യെസ്. അപ്പൊ എന്തായാലും അന്തരീക്ഷം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കാർഡ് അങ്ങോട്ട് തരാം. എന്റെ കൃഷ്ണ എടുക്കുന്നത് ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, യെസ്. ഇനി അന്തരീക്ഷം ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ കാർഡ് തരട്ടെ. അവിടെ ഗസ് ചെയ്യാൻ റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു. അന്തരീക്ഷികളുടെ സമയം ഇവിടെ ഇപ്പൊ തുടങ്ങും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടില്ല.
താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല, വെറുപ്പാണ്. അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. ആലോചിക്കൊക്കെ രണ്ടുപേരും അല്ലെ വിവാഹം കഴിഞ്ഞവരാണ്. വിവാഹം കഴിഞ്ഞ് പ്രത്യേകിച്ച് എടുത്തെടുത്തെടുത്ത് കാണുന്ന ഒരു സിനിമ കൂടിയാണ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ താരം ഏതായിരുന്നു? ഉർവശി. ആ, ചിത്രമൊന്നും ആലോചിക്കൊക്കെ. ഒരു ഹിറ്റ് കോംബോലെ വന്നിട്ടുള്ള സിനിമകളൊന്നും ആലോചിക്കൊക്കെ. സ്ഫടികം. അത് എന്തായാലും പറഞ്ഞിട്ടില്ല, അതിൽ ചാക്കോമാഷ സ്കോർ ചെയ്തുള്ളത്. വേറെ സിനിമകൾ ആലോചിക്കൊക്കെ. വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാണാൻ ഇതുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അതിലെ പോലെ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സിനിമ കൂടിയാണ്. എന്തെങ്കിലും ഗസ് ചെയ്യൂ, ഉർവശി ചിത്രങ്ങൾ ഗസ് ചെയ്യൂ. പോരട്ടെ. 5 4 3 2 1. എങ്ങനെയും സമയം തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. മിഥുനം ആണ്. മിഥുനം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിലൊരു സീൻ ഓർമ്മയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. തുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ എന്തായാലും അല്ലെ രണ്ടാമത്തെ റൗണ്ടിലും ആദ്യത്തെ അറ്റംപ്റ്റ് എന്തായാലും ഈ തോറ്റുകൊണ്ട് തുടങ്ങുന്ന പറഞ്ഞ പോലെ എല്ലാ റൗണ്ടിലും തോറ്റുകൊണ്ട് തുടങ്ങണമെന്നില്ല. ഇടയ്ക്കൊക്കെ ഉത്തരൊക്കെ കറക്റ്റ് പറയാം. ഓക്കെ, സോ കാർഡ് ഇങ്ങോട്ട് തന്നോളൂ. തിരികെ അവിടെ പോയിക്കോളൂ. നേരത്തെ വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കാർഡ് അവിടെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരികയാണ്. അത് ചെയ്യണോ അല്ലെങ്കിൽ അത് സ്ക്രാച്ച് ചെയ്തിട്ട് കളഞ്ഞടുത്ത കാർഡ് എടുക്കണം? എന്ത് വേണം? മാറ്റാന്ന്. വലിയ അക്കായിരിക്കും കേട്ടോ. പോയ പിന്നെ നിരാശപ്പെടും. ഞാനങ്ങ് സ്ക്രാച്ച് ചെയ്യിപ്പിക്കും ചെയ്യും, വിഷമാവും, ഇമോഷണൽ ആവും. നന്നായിട്ട് ആലോചിച്ചോ. എന്ത് വേണം? ഇരുന്നോട്ടെ അല്ലേ? ചിലപ്പോ അത് ഓൾഗോണാവാം, ചിലപ്പോ ഒക്കെ പോണതായിരിക്കും. പോകുന്നില്ലല്ലോ അല്ലെ? ഇല്ല. അപ്പൊ എന്ത് വേണം? കീപ്പ് ചെയ്യണോ ചേഞ്ച് ചെയ്യണോ? കീപ്പ് ചെയ്യാം അല്ലെ? ഒറ്റ ചോദ്യത്തിലേക്ക് മാറി തീരുമാനം. യെസ്. അപ്പൊ എന്തായാലും സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തില് ഓൾറെഡി അല്ലെ ഇവിടുത്തെ അറ്റംപ്റ്റ് അതെ പൂർവ്വാധീന ശക്തിയോടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത റൗണ്ടിന് ആര് വരണം? കുറച്ച് എളുപ്പമുള്ള അടുത്ത റൗണ്ടിൽ ആര് വരണം എന്ന് പറയൂ. ഞാൻ വരണം. വരൂ. യെസ്. ഓക്കെ, ഞാൻ ചോദ്യം വായിച്ചു കേൾപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിലേക്കുള്ള സമയം തരാം. അതിനു മുമ്പ് വായിച്ചു നോക്കിക്കോളൂ. റെഡിയാണോ? റെഡിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അയ്യർ ദ ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എൻ്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സമയം ഏതാണ്ട് 12 ഒരു മിനിറ്റ് മുമ്പുള്ള വിദൂരതയിൽ നിന്ന് ഒരു പാട്ട് ഒഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവിയോർക്കുന്നു. എവിടെ നിന്നുവോ ആ പാട്ട് എന്ന് അറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ ഉറങ്ങാതെ കണ്ണിലെണ്ണ ഒഴിച്ച ഒരു പാവ നക്ഷത്രം. ആ നക്ഷത്രം തന്നെ നോക്കി പറയും ഐ ലവ് യു. ഈ പുഴയും കിടന്നു. ഉറപ്പാണോ? അതിൽ ആരാ അഭിനയിച്ചുള്ളേ? ദിലീപ് ആണ്. ആണെങ്കിൽ റൈറ്റ് ആൻസർ ആണ്. യെസ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അവിടെ നിന്നോളൂ, നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, സോ കംബാക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കംബാക്ക് നടത്തണം. അതിൽ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ ഇതിലായിരിക്കും വലിയൊരു എമൗണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ഉപേക്ഷിക്കാതെ വെച്ച കാർഡ് കൂടിയാണ്. സോ നമുക്കൊരു 3 4 വരണം. സോ എത്രയാണ് ചെയ്തിരിക്കുന്നത്? 300 റുപ്പീ അല്ലെ? എനിക്കൊന്ന് ഫസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ്. അതിനെ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് എത്തേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അടുത്ത റൗണ്ടിൽ ഇതിലേക്കാളും എമൗണ്ട് കൂട്ടി കൊണ്ടുവരാം അല്ലെ? സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഈ സന്തോഷം എനിക്ക് എപ്പോഴും കാണണം. ഓക്കെ, യെസ്. ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ് അല്ലെ? സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? സന്തോഷം വന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ പാട്ടൊക്കെ പാടും, ഡാൻസ് ചെയ്യും. സോ ഡാൻസ് ചെയ്യും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പാട്ടുകാരി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പാട്ടൊക്കെ പാടാം അല്ലേ? പക്ഷേ എന്ത് വേണം? പാടണം. രണ്ടുപേരും ഒരുമിച്ച് പാടാം, അല്ലെങ്കിൽ അന്വേഷിച്ച് പാടാം, എങ്ങനെ വേണമെങ്കിലും പാടാം. ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയാൽ നിൻ രൂപം എഴുതാൻ കൊതിയായി, മാപ്പു പറഞ്ഞാൽ പാദം പുണരാൻ മോഹവുമിറയായി, ഓ ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി. അടിപൊളി.
സിനിമ പാട്ട് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടവർ കുറച്ചുപേര് വീണ്ടും കാറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ കംബാക്ക് അല്ലേ പ്രാവശ്യം 300 റുപ്പി കൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ റൗണ്ടിലോട്ടാണ്. അവിടെയാണ് നിങ്ങൾ എത്രത്തോളം എമൗണ്ട് ഇതിൽ നിന്ന് നേടാൻ പോകുന്നു എന്നുള്ളത് അറിയുന്നത്. സോ അറിയണ്ടേ? അറിയണം. നിങ്ങൾക്ക് അറിയണല്ലോ. സോ അറിയാൻ കുറച്ചുകൂടെ കാത്തിരുന്നാൽ മതി. സ്റ്റേ ട്യൂൺ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ കംബാക്ക് കണ്ട സെക്കൻഡ് റൗണ്ട് നമ്മൾ കണ്ടു. ആ കംബാക്കിലൂടെ 300 റുപ്പിയാണ് അന്തേശിയും റോഷ്മിശിയും കൂടി നേടിയത് അല്ലേ. ഇനി അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കംബാക്ക് തേർഡ് റൗണ്ട് നമുക്ക് കാണണം. ഉള്ളിലുള്ളത് കളയരുത്. ഓക്കെ. സോ നമുക്ക് ഈ ഫ്രെയിമിലോട്ട് വരുമ്പോൾ തേർഡ് റൗണ്ടിലോട്ട് വരുമ്പോൾ ഒരാൾ കൂടി ഉണ്ട് അല്ലേ. ആരാണ്? സ്കൂളിലൊക്കെ വരച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സ് ഒക്കെ വന്ന് വരപ്പിക്കാറുണ്ടായിരുന്നോ? പിന്നെ അടി കിട്ടാറുണ്ട്. അടി കിട്ടാറുണ്ടല്ലേ? ചോറിൽ ഞാൻ കൊടുത്തിട്ടില്ല, പകരം ഡസ്റ്ററും ചോക്കുണ്ട്. ഏത് സബ്ജക്റ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്? മാത്സ്. ഓ, അതിലൊരുമിച്ച് വന്നു. ഉത്തരം പറയാൻ ആ ടൈമിംഗ് ഇല്ലെങ്കിലും ഇതിനും ഒരുമിച്ച് വന്നു ടൈമിംഗ് മാത്സ് എന്നുള്ളത്. കണക്ക് പ്രശ്നമായിരുന്നു അല്ലേ? ഈ നിമിഷം കണക്ക് ടീച്ചറൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സത്യമായിട്ടും അല്ലേ? സോ നമ്മുടെ റൗണ്ട് ഒരാൾ നേരത്തെ പോലെ ഇങ്ങോട്ട് വരും. ആൾക്ക് മൂവി നെയിം കാണിക്കും. ആ മൂവി നെയിം നോക്കി എന്ത് ചെയ്യണം? വരയ്ക്കണം. ആ സിനിമ പേര് ഇവിടെ എഴുതരുത്. അതുമായി ക്ലൂ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ക്യാരക്ടറോ ആ ടൈറ്റിലുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. സോ 1 മിനിറ്റിനുള്ളിൽ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഗസ് ചെയ്യണം. സോ ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ആണ്. വരുന്നതിന് മുമ്പ് അവിടെ നിൽക്കൂ, ഞാൻ കാർഡ് തരാം. ഓക്കെ. സോ ഇനി ആദ്യം വരുന്ന ആള് ഇങ്ങോട്ട് വന്നോളൂ. ഇത് വായിച്ചോളൂ. വായിച്ചുറക്കെ വായിക്കണ്ട, മനസ്സിൽ ഉണ്ടായാൽ മതി. ഓക്കെ. സോ ഞാൻ മെല്ലെ അവൾ ഇങ്ങോട്ട് പോവാം. മൈൻഡിലുണ്ടല്ലോ അല്ലെ എന്ത് ക്ലൂ ആണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഏകദേശം ഒരു തീരുമാനം കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ തീരുമാനം കിട്ടിയെങ്കിൽ ഞാൻ സ്റ്റോപ്പാസിലോട്ട് പോകും. റെഡി? ഏകദേശം റെഡിയാണോ? റെഡിയാണ്. സോ ഋഷിഷി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ. അതെ, ഗസ് ചെയ്തുകൊണ്ടേയിരുന്നോ പേരുകള്? ഒരു സേട്ടനോ? തല വരയ്ക്കുമ്പോഴേക്ക് ഒരു സേട്ടനെ സേച്ച് ആയിക്കൂടെ? വരയ്ക്കുമ്പോഴേക്ക് ഒരു സേട്ടത്ര. ഓക്കെ. ആ, അവിടെ അസാധ്യ കലാകാരിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വരച്ചോണ്ടിരിക്കുന്നു. ചേട്ടനിപ്പോ കുട്ടിയായിട്ടുണ്ട്. ആ, കുട്ടി ചിരിക്കുന്നു. ആ, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിരി കരച്ചിൽ കഴിഞ്ഞ് വരുമ്പോ സമയം തീരും. ഓക്കെ. ആ ആ, അതെന്താ? ആ, മൂക്കില്ല. ശരിയാ, ചിത്രത്തില് മൂക്കില്ല. നല്ല ഗസ്സായിരുന്നു. ഓക്കെ. ഇനി അവിടെ വേറെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്? സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാ മനസ്സിലായേ? എത്ര സിനിമകളുണ്ട്? അതുപോ തന്നെ വരച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് വേറെന്താന്ന് ഉദ്ദേശിച്ചിട്ടില്ലേ? ആണോ? ഇതെങ്ങനെ മൂക്കില്ലാതെ മുറി മൂക്കാൻ പറഞ്ഞതാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ആയിട്ട്. കാരണം മൂക്കില്ല അല്ലെ? കറക്റ്റ് ഗസ്സായിരുന്നു. മൂക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഒരാള് ഇതെനിക്ക് തോന്നുന്നു ചിരിയായിട്ട് കണ്ടു അല്ലേ? അതാണ് ഈ ചിരിക്കുടുക്കൊക്കെ ആയിട്ട് പറഞ്ഞത്. അതിന് മേലെ ഒരാൾ ചേട്ടൻ എങ്ങനെ ഹസ്ബൻഡ് എങ്ങനെ മീശൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ചേട്ടൻ ഇത് കഴിഞ്ഞിട്ടത് കാണണം. യെസ്. സോ ഇവിടെ നിന്നോളൂ. യെസ്. 40 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഗസ് ചെയ്തിട്ട് 1 മിനിറ്റ് കൊടുത്തതായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 റൗണ്ട് നടന്നതിൽ ഇപ്പോൾ 3ാമത്തെ റൗണ്ടിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് ചോദ്യത്തിൽ അവസരത്തിൽ സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അത് സന്തോഷമുള്ള കാര്യമല്ലേ? കയ്യിലതൊക്കെ പോകുന്നുള്ളത് സ്ക്രാച്ച് ചെയ്തോളൂ. യെസ്, 200 റുപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അല്ലെ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ 300 ആയിരുന്നു, പ്ലസ് 200 500 അല്ലെ 500 രൂപ കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം കൂടിയും ഒരു അറ്റംപ്റ്റിനും കൂടിയുള്ള അവസരം കൂടി ഉണ്ട് അല്ലെ. അപ്പോൾ ഈ 500 എന്നുള്ളത് എത്ര വേണമെങ്കിലും ഇരട്ടിക്കാം അല്ലെ, കൂടി പോവാം. അങ്ങനെ കൂടി പോവാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, റെഡി? സോ ഈ കാർഡ് ഇവിടെ ഇരുന്നോട്ടെ. ആൻഡ് ഇനി എന്ത് വേണം? ഇനി ഉത്തരം പറഞ്ഞാൽ വരയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കെ. അപ്പൊ എന്റെ ഇവിടെ നിർത്തിയിട്ട് തന്നെ റോഷ്മിഷി കാർഡ് തരാമല്ലോ അല്ലെ? ഇവിടുന്ന് സെലക്ട് ചെയ്യണ്ടല്ലോ, അവിടെ വന്ന് സെലക്ട് ചെയ്താൽ പോലെ. യെസ്. അപ്പൊ ഇങ്ങോട്ട് തരുന്നു വായിച്ചോളൂ, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരുമിച്ച് വായിക്കേണ്ടി വരും. അവർക്കൊന്നും വായിക്കരുത് കേട്ടോ. സിമ്പിളായില്ലേ?
മാറ്റട്ടെ ഞാൻ? വേണ്ട. ഇത് ഭയങ്കര സിമ്പിൾ ആയി പോയി എനിക്കും തോന്നുന്നു, ഭയങ്കരമായിട്ട് കുറ്റബോധം. ഞാൻ കാർഡും കൂട്ടിട്ട് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സമയം പറയുമ്പോൾ മാത്രമേ തുടങ്ങാം. റെഡി? ഫൈനൽ ചാൻസ് ആണ്. സോ മാക്സിമം എമൗണ്ട് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഫിക്സ് ചെയ്തല്ലോ അല്ലേ? കാർഡ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ റൗണ്ടിലെ ഫൈനൽ ചാൻസ് കൂടിയാണ്. നിങ്ങൾക്ക് മാക്സിമം ഏൺ ചെയ്യാനുള്ളത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാറ്റ്. നമ്മൾ ഈ ഇന്റർനാഷണൽ പിക്ചേഴ്സ് ഒക്കെ വരുമ്പോ പറയും നമ്മൾ ഇതിനൊക്കെ കുറെ അർത്ഥങ്ങൾ ഉണ്ടെന്നില്ല. അതേപോലെയാണോ ഉദ്ദേശിക്കുന്നത്? ആ വരകൾക്കൊക്കെ കുറെ അർത്ഥങ്ങളുണ്ട്. എന്താ സംഭവം പോണത്? എന്താ? ഓക്കെ. ആ മേലെ പോകുന്നതോ? ഇത് കയ്യരി കൊടുക്കേണ്ടത് ഗസ് ചെയ്യണേട്ടാ. അത് അതൊക്കെ പോട്ടെ. അതൊന്നുമില്ല. ഓക്കെ. എന്താ? മിന്നൽ, മുരളി. ഇതൊക്കെ റൈറ്റ് ഇട്ട് തരും. അത് പോട്ടെ. അടുത്തത് അപ്പൊ ഇവിടെ വന്നോളൂ. രണ്ടുപേര് കൊള്ളാം എന്തായാലും കേട്ടോ. കറക്റ്റ് കോംബോ ആണ് നിങ്ങള്. യെസ്. അപ്പൊ ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പുറത്ത് കൂടെ ഉറയ്ക്കാൻ എന്തെങ്കിലും ഇനി വരെ ഇപ്പുറത്ത് വരുവോ? ഇല്ല. ഉറപ്പിച്ചു ആണ്. സോ എത്ര കിട്ടിയിരിക്കുന്നേ? 50. സോ 500 രണ്ട് റൗണ്ടില് 2 അറ്റംപ്റ്റ് കഴിഞ്ഞ സമയത്ത് 500 നിൽക്കുകയായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലായിരുന്നു കംബാക്കിന് കാർഡ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അക്ഷരാർത്ഥത്തിലെ കംബാക്ക് നടത്തിയത് ഫൈനൽ റൗണ്ടിൽ ഫൈൻ ചാൻസ് ആണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ചാൻസ് ആയിരുന്നു. ഇതിലടിച്ചില്ലെങ്കിൽ കാര്യം എന്നുള്ള ബോധ്യം വന്നുകൊണ്ട് തന്നെ രണ്ടുപേരിലുള്ളിൽ നല്ല രീതിയിലേക്ക് അത് ഗെയിം ചെയ്തു. അതുകൊണ്ട് തന്നെ 1250 അല്ലെ, 1250 പ്ലസ് 500 1750, 1750 രൂപ. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. സോ അത് എനിക്ക് തോന്നുന്നു തുടക്കം പതിയെ ആയിരുന്നെങ്കിലും ഒടുക്കെത്തിയപ്പോ അല്ലെ, ശരിക്കും ഇപ്പോഴാണ് നിങ്ങൾക്ക് മിന്നലടിച്ചപ്പോ മിന്നൽ മുരളിക്ക് കഴിവ് കിട്ടിയ പോലെ ഇവിടെ എത്തിയപ്പോ ഓൾറെഡി അല്ലെ അതിന്റെ കഴിവൊക്കെ വന്നു എന്നുള്ളതാണ്. എന്തായാലും എത്ര രൂപ അടിച്ചു? 1750. ആൻഡ് അത് മാത്രമല്ല, സൂര്യ കോമഡിയെ കുറിച്ച് അധികം സമ്മാനങ്ങൾ കൂടെ തന്നിട്ട്, കാരണം ഇത്ര ഭംഗിയായിട്ടൊക്കെ വരച്ചല്ലേ, ഇത്ര ഭംഗിയായിട്ട് അറ്റംപ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ഏറ്റവും കുറച്ച് മികച്ച ഗിഫ്റ്റ്സ് കൂടെ ഞങ്ങൾ ഈ സമയം തരുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യുന്നവരാണോ? ആണ്. ഇവർ രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ്. എങ്കിലും കുക്കിംഗ് അറിയാത്തവർക്കും ഭയങ്കര ഈസി ആയിട്ട് ടേസ്റ്റി കറികൾ വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. സോ ഗ്രേവി റൂട്ട്സിന്റെ ചില്ലി ഓണിയൻ സ്പൈസസ് ആണ്. യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്ത നിസാമ ഫുഡ്സിന്റെ കഫേ സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് പൾപ്പാണ്. സോ ഇനി ഷേക്സ് ആയിക്കോട്ടെ, മൊയ്റ്റോസ് ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം തന്നെ എറണാകുളം, തൃശ്ശൂർ, കാലിക്കറ്റ് ജില്ലകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. യെസ്. അപ്പം എന്തായാലും രണ്ടുപേരും അല്ലെ കുറച്ചൊക്കെ അല്ലെ സൗന്ദര്യം ഭയങ്കരമായിട്ട് നോക്കുന്നവർ കൂടിയാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു ഗിഫ്റ്റ് കൂടിയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഹാൻഡ് മെയ്ഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിട്ടുള്ള നീള ഹെർബൽസിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. ടെസ്റ്റ് കൂടിയാണ്. ആൻഡ് ഫൈനലി ലോകാമൃത് ബ്രഹ്മി ഹണിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഫോർ നാച്ചുറൽസ് ആൻഡ് നോ സൈഡ് എഫക്ട്സ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവട്ടെ. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ എന്തായാലും ഏറ്റവും ഭംഗിയുള്ള ഒരു സൗഹൃദം കണ്ട ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു. അവിടെ സൗഹൃദം, അവിടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഗെയിമിന് കൂടി ഗുണം ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് അറിവിന്റെ വേദിയിൽ നമ്മൾ കണ്ടു. അറിവിന്റെ വേദിയിൽ മൂന്നാമത്തെ റൗണ്ടിൽ എത്തുമ്പോൾ കുറച്ചുകൂടെ ഭാഗ്യം കൂടെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ കണ്ട ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഓക്കെ, സോ ബൈജനോട് അന്വേഷണം പറയണം. ഓക്കെ, യെസ്. അപ്പം എന്തായാലും ഇതുപോലെ കുറേ അധികം അല്ലെ മത്സരാർത്ഥികളുമായിട്ട് ഇതേപോലെ അറിവിന്റെ വേദിയിൽ നമ്മൾ ഇനിയും കാണും. അപ്പോൾ പുതിയ വിശേഷങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ സമ്മാനങ്ങളായിട്ട് കാണാം. അതുവരേക്കും